ഹായ് ഹലോ. ഇന്നത്തെ എൻ്റെ പ്രയാണം നീരവൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ. ഇത് ഞാൻ തയ്ച്ചതാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വാവ്. ഇനി പെട്ടിയും പ്രമാണം എടുത്തിട്ട് പോവാല്ലേ. നീരവൻ്റെ ബാഗും പിന്നെ 2 കവറും പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു പേഴ്സും. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പണികളും നടന്നുകൊണ്ടിരിക്കട്ടോ. ഷീറ്റും അതൊക്കെ അഴിച്ചു വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് വേണം പോവാൻ. വണ്ടി എടുത്തപ്പോഴേ ടയറിന് ചെറിയൊരു എയർ കുറവ് പോലെ. എനിക്കിതൊന്നും നോക്കറിയില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് തെന്നി പോണ പോലെ തോന്നിയപ്പോൾ ഞാൻ ഇടയിലൊന്ന് എയറും ചെക്ക് ചെയ്യാൻ പോയി. അതൊന്ന് ഫിൽ ചെയ്തിട്ട് പിന്നെ പെട്രോൾ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ക്യാഷോട് കൂടി സ്കൂളിൽ കയറാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ പൈസയും കൂടെ എടുത്ത് നേരെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഗേറ്റടവിൽ പോരാത്തതിന് അവിടെ ടാറിങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പോസ്റ്റ് വേഗം മോനെ അംഗൻവാടിയിൽ വിട്ടിട്ട് ഞാൻ നേരെ സ്കൂളിലേക്ക് പോയിട്ടോ. അവിടെയും കുറച്ച് നേരം പോസ്റ്റായി. ഓരോ പേരൻസിനെ ഇങ്ങനെ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടാട്ടോ യൂണിഫോമും ബുക്സൊക്കെ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൻസ് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുക്സൊക്കെ മേടിക്കാൻ ഇപ്പോൾ കുട്ടികളെ കൊണ്ടുവരണമെന്നില്ല. അതുകൊണ്ട് ഞാൻ നീരവനെ നഴ്സറിയിലാക്കി. പക്ഷെ അവന് പറ്റിയ കുറച്ച് കുട്ടികൾ ഇപ്പോഴും സ്കൂളിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു രസം തോന്നി. നീരവ് ഇനി അവരുടെ കൂടെ കളിയും ചിരിയൊക്കെ അവർക്ക് ഹെൽമെറ്റ് തലയിൽ വയ്ക്കാൻ മറന്നു. പിന്നെ ഞാൻ ഓർത്തത് അങ്ങനെ തലയിലൊക്കെ വെച്ച് വരുമ്പോൾ കടയിൽ കയറി കുറച്ച് തുണികൾ പുതിയത് വന്നിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചു. അത് പോരാതെ മൊത്തം കാലിയായിട്ടോ. പച്ചക്കറി മൊത്തം കഴിഞ്ഞു. അപ്പോൾ അതൊരു കിറ്റും കൂടെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ അടുത്ത കടമ്പ ഈ സാധനങ്ങളൊക്കെ എന്താ അതിൻ്റെ ഉള്ളിലിരിക്കണേന്ന് അറിയണമല്ലോ. നമ്മുടെ ബുക്സ് ഒന്നും അല്ലല്ലോ ഇവർക്ക് ഉണ്ടാവുക. അവർ CBSE വലിയ ആൾക്കാരൊക്കെ ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അത് തുറന്ന് നോക്കാണ്ട് ഒരു സമാധാനമില്ല. ആദ്യം വിചാരിച്ചു നീരവ് വന്നിട്ട് തുറക്കാമെന്ന്. പിന്നെ എനിക്കൊരു തുറക്കാത്തതുകൊണ്ട് ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല. ഓടിപ്പോയിട്ട് അതിലെന്താ ഉള്ളതെന്ന് തുറന്ന് നോക്കിയിട്ട് ആദ്യം 2-3 സോക്സ് ഉണ്ടായിരുന്നേ. പിന്നെ അത് പൊട്ടിക്കാൻ നിന്നില്ല. അത് ആ സമയമാകുമ്പോൾ പൊട്ടിക്കാൻ വെച്ചു. പിന്നെ ഒരു ബെൽറ്റ്, പിന്നെ അതാ യൂണിഫോമിൻ്റെ ഒരു കിറ്റ്. തയ്ക്കാൻ കയ്യോടെ കൊടുക്കണം കേട്ടോ. ഇന്ന് തന്നെ കൊടുക്കണം. ചെക്കും എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇനിയിപ്പോൾ ടൈലേഴ്സിനെ അറിയായിരിക്കും. ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് സ്ഥിരമായിട്ട് ഈ സ്കൂളിലെ യൂണിഫോം തയ്ക്കണ ചേട്ടനാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് മാറ്റി വെച്ചു. വൈറ്റ് മെറ്റീരിയലൊക്കെ ഉണ്ട്. എന്താവുന്ന ആർക്കും അറിയണ്. വെള്ള തുണി പോയിട്ട് കിടക്കാണ്ടിരുന്നാൽ മതി സ്കൂളിൽ ബുക്കൊക്കെ കാരണം. അതൊക്കെ കഴിഞ്ഞത് ആ ബുക്കൊക്കെ തുറന്ന് നോക്കി. എന്തൊക്കെയോ ചെക്ക് ബുക്ക് ഉണ്ട്. പിന്നെ അതാ 2 ലൈൻ 4 ലൈൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളും ഉണ്ട് കേട്ടോ. GKയും കളർ ബുക്കും അങ്ങനെ എന്താണ്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ക്ലിയറായിട്ട് നോക്കിയില്ല. പേജുകൾ മാത്രം എന്തൊക്കെയാണെന്ന് തുറന്ന് നോക്കി. രസമുണ്ട് കാണാൻ. നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കറക്റ്റായിട്ട്. ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ അഡ്മിഷനും ബുക്സിനും യൂണിഫോമിനൊക്കെ ആയിട്ട് നല്ലൊരു തുക ചിലവായിട്ടുണ്ട്. ഇനി വേറൊരു യൂണിഫോമും കൂടെ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു. അതിനി വരുമ്പോൾ അറിയിക്കാം. പിന്നെ അതാ ഇനി സ്കൂൾ തുറക്കാൻ ഇപ്പോൾ അധിക ദിവസങ്ങളില്ലല്ലോ. ഇനി ഓരോ സാധനങ്ങൾ ഷൂസൊക്കെ ഇനി പുറത്തുനിന്ന് മേടിക്കാനാണ് കേട്ടോ പറഞ്ഞേക്കണത്. അത് മേടിക്കണം. ഏതാ മോഡലും ഒക്കെ ടീച്ചർ പറഞ്ഞുതരാമെന്നാണ് പറഞ്ഞേക്കണത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കടമ്പകൾ ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും സ്കൂൾ എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല സ്കൂൾ, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല പൂക്കളും എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ നല്ല കുട്ടികളും എല്ലാം കൊണ്ടും തൃപ്തിയായി മകനെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.